അപ്പോൾ കുറേ സാധനങ്ങളുള്ളൊരു കടയിലാണല്ലേ ഇന്ന് ഇപ്രാവശ്യം തുടക്കം. അതെ കേട്ടോ. ഇന്നലത്തെ ഈവനിങ് ചെറിയൊരു ഷോർട്ട് ഇടാമെന്ന് വിചാരിച്ച് പിടിച്ച വീഡിയോ ആയിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ ഈ സമയം വരെ എനിക്കിപ്പോഴാണ് കേട്ടോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ഉച്ച വരെയും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പം ഇന്നലെ അമ്മ വന്നപ്പം ഞങ്ങളിങ്ങനെ കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ വീട്ടിലേക്ക് പോകാൻ തൽക്കാലം ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഈ ആഴ്ച തന്നെ പോവാം. വെള്ളിയാഴ്ച മിക്കവാറും വെള്ളിയാഴ്ചയായിരിക്കും. അപ്പോൾ വെള്ളിയാഴ്ച വീട്ടിലോട്ട് ഞങ്ങൾ വാടക വീട്ടിൽ നിന്ന് മടങ്ങുകയാണ് എന്നുള്ള ഒരു കാര്യം അമ്മേനോട് പറഞ്ഞപ്പോൾ തന്നെ അമ്മ ഇന്നലെ ലീവ് ആയിരുന്നു. ഇന്നലെ അമ്മയ്ക്ക് പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ ലീവ് ആക്കി. അമ്മേൻ്റെ കാലിനുണ്ട് വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം. അപ്പോൾ അതിന് മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടി പോയ വഴി അമ്മ എന്ത് ചെയ്തു, എൻ്റെ അടുത്തോട്ട് വന്നു കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ പാല് കാച്ചാനുള്ള കലം, അതുപോലെ ചീഞ്ചട്ടി, 2-3 കപ്പ്, തവി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അമ്മേൻ്റെ വകയാണ് കേട്ടോ ആദ്യം തന്നെ കിട്ടിയത്. അപ്പോൾ അമ്മ കുറച്ച് സമ്മാനങ്ങളൊക്കെ സ്നേഹത്തോടു കൂടി വാങ്ങിത്തരാൻ വേണ്ടി വന്നതാണ്. അത് അമ്മമാരങ്ങനെയാണല്ലോ, മക്കൾക്ക് എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴത്തേക്കും വാങ്ങിത്തരൂലേ. എന്തെങ്കിലും ഒരു ചെറിയ സാധനമെങ്കിലും അമ്മമാരെ കൈകൊണ്ടായിരിക്കും നമുക്ക് ആദ്യം കിട്ടുക അല്ലേ. അപ്പോൾ അങ്ങനെ അമ്മ കലമൊക്കെ പാല് കാച്ചാനുള്ള കലമൊക്കെ വാങ്ങിത്തന്നു. അങ്ങനെ അതെല്ലാം ഞാൻ എന്ത് ചെയ്തു, കടയിൽ തന്നെ വെച്ചു കേട്ടോ. പിന്നെ ഞാനും മാസത്തിൽ കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ച് നീക്കി വെച്ചിട്ട് 2-3 ചവിട്ടി, ഒരു ബാത്റൂം കഴുകുന്ന ബ്രഷ്, അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഞാനും വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കടയിൽ തന്നെ ഇരിപ്പാണ്, മുകളിലെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. കാരണം ഇവിടുന്ന് ഇനി മുകളിലേക്ക് കൊണ്ടുപോകണ്ടല്ലോ, നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടേ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മുകളിലത്തെ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ താഴത്തമ്മേനെയാണ് കേട്ടോ കണ്ടത്. അവിടെ എനിക്ക് പറയാൻ മറന്നുപോയി, താഴത്തമ്മേനോട് പറഞ്ഞത് ഇന്നലെയാണ്. താഴത്തമ്മേനോട് പറഞ്ഞു ഞങ്ങൾ പോകാൻ നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഉണ്ട് സങ്കടം. പക്ഷേ പോകൽ അനിവാര്യമായതുകൊണ്ട് തന്നെ പോയേ പറ്റൂ കേട്ടോ. എന്തായാലും നമുക്ക് വാടക കൊടുക്കുന്ന വലിയ ഇതല്ല, പക്ഷേ വലിയ സംഖ്യയൊന്നും കൊടുക്കുന്നില്ലെങ്കിലും 2000 ആണെങ്കിലും നമുക്കതൊരു നീക്കിയിരിപ്പാണല്ലോ. അപ്പോൾ അത് നമ്മൾ അടവുകളിലേക്കും മറ്റും മാറ്റി വെക്കാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നറിയാം. താഴത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളേൻ്റെ ഭാഗമൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പഴയ നിന്ന അവസ്ഥയിൽ നിന്ന് കുറേ മെച്ചം വന്നില്ലേ. ഇത്തിരി ഭാഗമാണെങ്കിൽ ഇത്തിരി ഭാഗം ചോരാതെയായി കിട്ടിയില്ല. അതൊരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ചെന്ന പാട് താത്തമ്മ ഇന്നലെ അമ്പിളി ഞങ്ങൾക്ക് ലേശം സാമ്പാർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി വെച്ചു. പിന്നെ കാടമുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം പുഴുങ്ങിയിട്ട് അവർക്ക് പിള്ളേർക്ക് കൊടുത്തു. കുടുവിന് ഭയങ്കര ഇഷ്ടമാണ് കാടമുട്ട. കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുടു ആർക്കും കൊടുക്കില്ല കേട്ടോ. അപ്പോൾ കയ്യോടെ അത് പുഴുങ്ങിയിട്ട് ഓരോരുത്തർക്കും ഉള്ളത് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കുടു അത് മുഴുവൻ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്ന് കളയും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോരുത്തർക്കുള്ളത് കൊടുത്തു. പിന്നെ മോരുകറി വെക്കാമെന്ന് വെച്ച് സവോള എരിഞ്ഞാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ണെരിയെന്ന് പറഞ്ഞു. കണ്ണെരിയില്ല, ഇങ്ങനെ എങ്ങോട്ടെങ്കിലും നോക്കി എരിഞ്ഞാൽ മതി, എന്നാൽ പിന്നെ കണ്ണെരിയില്ല കേട്ടോ. എനിക്ക് കണ്ണെരിഞ്ഞില്ലല്ലോ, ഞാൻ എങ്ങോട്ടെങ്കിലും നോക്കി അങ്ങോട്ട് എരിയും. അപ്പോൾ പിന്നെ കണ്ണ് വെള്ളേ വരില്ല കേട്ടോ. അങ്ങനെ ഉള്ളി എരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബൾബ് ഇങ്ങനെ കത്തിച്ച് വെച്ച് അടുക്കളയിൽ. അപ്പോഴാണ് കെട്ടിയവൻ വന്നത് കേട്ടോ. നമ്മളെ കെട്ടിയവന് എന്നോട് പറഞ്ഞു, ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് നിനക്ക്, വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഒന്നും തന്നില്ലല്ലോ, ഇന്നാന്നും പറഞ്ഞ് തന്നാണേ. അപ്പം ഞാൻ ശരിക്കും വിചാരിച്ചു ഗിഫ്റ്റ് എന്തോ ആണെന്നാണ് കേട്ടോ. അങ്ങനെ കൈ തന്ന പാട് ഞാൻ അതും കൊണ്ട് ഓടി. അപ്പോൾ ആദ്യക്കൂട്ടന്നെ മനസ്സിലായി ഇത് ഗിഫ്റ്റ് അല്ല, അത് മിഠായി ആണ് എന്നുള്ളത് കേട്ടോ. സത്യം പറഞ്ഞാൽ 2 പൊതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പൊതിയാണ് എനിക്ക് തന്നത്. അപ്പോൾ എൻ്റെ വിചാരം ഇത് ഗിഫ്റ്റ് തന്നെയാണ്. ഞാനതുകൊണ്ട് അടുക്കളയിലോട്ട് ഓടി. ആദ്യം എൻ്റെ പുറകെ വന്നു, അമ്മ എനിക്കിതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛൻ തന്ന ഗിഫ്റ്റാന്നൊക്കെ പറഞ്ഞ് ഞാൻ നുള്ളി പൊളിച്ച് നോക്കിയപ്പോൾ എന്താ മിഠായി. മിഠായി എങ്കിൽ മിഠായി, പക്ഷേ ഈ മിഠായി എനിക്കത്ര ഇഷ്ടമുള്ള മിഠായി അല്ല കേട്ടോ. ഇത് ഭയങ്കര കളറാണ്. ഈ മിഠായി വാങ്ങുന്നതിന് ഞാൻ എതിരാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എതിർത്തിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി മിഠായി വരുമ്പോഴത്തേക്കും നമ്മളെ വീട്ടിൽ കൊണ്ടുവരും, കുഞ്ഞൊക്കെ ആണെങ്കിലും. അങ്ങനെ പിന്നെ ആ മിഠായിയും കളിപ്പാട്ടവും പിള്ളേർക്ക് കൊടുത്തു. കറണ്ട് വന്നും പോയി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കറണ്ടിന് 2-3 ദിവസമായിട്ട് വല്ലാത്ത കളി തന്നെയാണ്. പിന്നെ എന്ത് ചെയ്തു, വേഗം കറണ്ട് പോകുമെന്ന് പറഞ്ഞ് കറണ്ട് ഇല്ലായിരുന്നു. ഉള്ള വെളിച്ചത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു, വേഗം ചോറുണ്ട് പാത്രം കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു ബാറ്ററി അവിടെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വെളിച്ചം കിട്ടുന്നത്. അപ്പം വലിയ സ്വിച്ചൊക്കെ ഇടുമ്പോഴത്തേക്കും അതങ്ങ് ഓഫായി പോകും കേട്ടോ. അപ്പോൾ ആ ബാറ്ററി കണക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് സമയമൊക്കെ വെളിച്ചം കിട്ടും. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിച്ച് പാത്രം കഴുകാകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ പഠിക്കാൻ പറയും. സാധാരണഗതിയിൽ വൈകിട്ട് വന്ന് കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് കഴിയുമ്പോൾ അവരോട് പഠിക്കാൻ പറയാറാണ്. ഇന്നലെ പിന്നെ ഇങ്ങനെ കറണ്ടും വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വേഗം എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അതിന് ശേഷം പഠിക്കാനിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ മോരുകറിക്ക് വേണ്ടിയിട്ട് സവോള അരിഞ്ഞു. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കലും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ് ആണ് ഞാൻ കറി വെക്കാൻ നോക്കിയത് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഓരോരുത്തർ പഠിക്കുന്നുണ്ട്. അച്ഛനും മോനും പിന്നെ ഇതേ അറിയുള്ളൂ കേട്ടോ. അച്ഛനും കുടുവിനും പണി കഴിഞ്ഞ് വരിക, കുളിക്കുക, കിടക്കുക എന്നുള്ളതാണ് നമ്മളൊരു പ്രധാന ഡ്യൂട്ടി.
അപ്പോൾ ഞാനിതാ മോരുകറി ഇങ്ങനെയാണ് വെച്ചത്. കുമ്പളങ്ങയും വാഴക്കയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കും. ഇത് പിന്നെ എളുപ്പത്തിൽ സവോളയും പച്ചമുളകും വാട്ടിയിട്ട് അതിനകത്തോട്ട് ഈ വാട്ടുന്നതിന് മുമ്പ് ഉലുവ പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉലുവ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ വറവിലിട്ടിട്ട് അതിനകത്തോട്ട് സവോളയും പച്ചമുളകും ഒക്കെ നല്ലപോലെ വഴറ്റിയെടുത്തു. എന്നിട്ട് അതിലേക്ക് തേങ്ങയും പിന്നെ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി എല്ലാം, കറിവേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ, കറിവേപ്പിലയൊക്കെ ചേർക്കണം, ഒരു നുള്ളു ജീരകം, അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ എന്ത് ചെയ്തു, അരച്ചെടുത്തിട്ട് അത് പിന്നെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ലേശം നേരം ആ തേങ്ങ അരപ്പൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് തൈര്, നല്ല കട്ടത്തൈര് ചെയ്തിട്ടോ അതൊഴിച്ച് കൊടുത്തു. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ മോരുകറി ഇങ്ങനെ ആക്കി വെച്ചത് കൊണ്ട് ഇന്ന് രാവിലെ ആ കറി ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇത് ഞാൻ ഇന്ന് രാവിലെ ഇടണമെന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു. പക്ഷേ ഇന്ന് അമ്മ ഉണ്ടായിരുന്നു ഇവിടെ. അമ്മ എന്ന് പറഞ്ഞാൽ ചേട്ടായിൻ്റെ അമ്മ, എൻ്റെ അമ്മ തന്നെ. അപ്പോൾ അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഉച്ചവരെ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിരുന്നു. അപ്പോൾ വീട്ടിലോട്ട് പോവും അമ്മ, ഇതിപ്പോൾ വലിയ മഴയായില്ലേ, അങ്ങനെ ആ വീട്ടിലോട്ട് വരുന്നതിൻ്റെ കാര്യവും അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നിന്ന് അമ്മച്ചി ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് സമയം 1:15 ബസ്സിനാണ് അമ്മ വീട്ടിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വൈകിട്ട് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യണത്. രാവിലത്തെ ഷോർട്ട് വീഡിയോ ഇപ്പം ഞാൻ ലോങ് ആക്കിയതാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, കറിയൊക്കെ ആക്കി വെച്ചതിന് ശേഷം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണിയാണ് ഈ കാലുഴിയൽ. ഇതാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ. വെരിക്കോസ് വെയിൻ ഉള്ളത് കൊണ്ട് വൈകിട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ കിച്ചണിൽ പണികളും വീട്ടിലത്തെ എല്ലാ പണിയും കഴിയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ കാലിന് നല്ല കടച്ചിലുണ്ടാവും കേട്ടോ. ഇതുവരെ ഞാൻ സാധാരണ പച്ചവെളിച്ചെണ്ണയായിരുന്നു കേട്ടോ ഒഴിഞ്ഞുകൊണ്ടിരുന്നത്. പച്ചവെളിച്ചെണ്ണ ആക്കിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കലായിരുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു സുഹൃത്ത് ഇങ്ങനെ ഒരു കുഴമ്പ് പറഞ്ഞു തന്നു. സഹചരാതി തൈലം, ധന്വന്തരി തൈലം, സമൂലം ചേർത്തിട്ട് ഒന്ന് ഒഴിഞ്ഞ് തേച്ച് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ അതുകൊണ്ട് കുറച്ച് തൈലം വാങ്ങി കുറേ നേരം കാല് മസാജ് ചെയ്യും. ആ സമയത്തൊക്കെ പിന്നെ ഇവർ പഠിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യും, ഓടി വരും, എന്താ നോക്കും. അങ്ങനെ അല്ലാതെ അവരുടെ അടുത്ത് അങ്ങനെ ഒരുപാട് നേരം 1 മണിക്കൂറൊന്നും എനിക്ക് അവരുടെ അടുത്ത് ഇരിക്കാനേ കഴിയാറില്ല കേട്ടോ. അങ്ങനെ ഓടി വന്ന് നോക്കിയും കണ്ടും പറഞ്ഞു, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളും പഠനമൊക്കെ നടക്കുന്നത്. പിന്നെ എല്ലാവർക്കും ആളാം വീതം പനിയായിരുന്നു, ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് പനിച്ചില്ല കാര്യമായിട്ടെങ്കിലും നല്ല കഫക്കെട്ടും തുമ്മലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും മരുന്ന് കുടിക്കുന്നുണ്ട്. മോനൂസിൻ്റെ കൂടെ തന്നെ നല്ല പനി വന്നിരുന്നു. അവന് സ്കൂളിൽ പോയില്ല, അത്രയും വയ്യാത്തതുകൊണ്ട് അവനൊന്ന് ലീവ് എടുത്തു. ആദ്യക്കുട്ടന് പനിയാണെങ്കിലും മരുന്ന് വാങ്ങിയതുകൊണ്ട് ഒത്തിരി ആശ്വാസമുണ്ട്. കുടുവിന് പിന്നെ 2-3-4 ദിവസമായി മരുന്ന് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. 3 ആൾക്കും വയ്യായികയാണ് കേട്ടോ. അതുകൊണ്ട് 3 ആളെ ഒന്നിനും കൂട്ടാനും വയ്യ. 3 ആളും നല്ല അത്യാവശ്യം നല്ല എന്താ പറയുക ക്ഷീണിതരായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും കിടന്നു. ആ വീട്ടിലെല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരാൾ മാത്രം എന്നെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ, ഉറങ്ങാതെ. ആ ആൾ എന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ എത്ര വൈകി പണി കഴിഞ്ഞ് വന്നാലും നമ്മളെ കാത്തിരിക്കാൻ ഒരാളുണ്ട് കേട്ടോ. ഉറങ്ങേയില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും കേട്ടോ എത്രയായാലും. അപ്പം അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് നമ്മൾ രാത്രി ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ. വീഡിയോ ഇടാൻ എനിക്ക് ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് ഓരോരോ തിരക്ക്, എന്താ പറയുക, സമയത്തിൻ്റെ വല്ലാത്തൊരു പ്രശ്നം വന്നതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒക്കെ വൈകിയത്. ഇനിയിപ്പോൾ താഴത്തെ വീട്ടിലോട്ട് കൂടെ പോരുന്ന സമയമായതുകൊണ്ട് എല്ലാം പെറുക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എപ്പോഴാണ് എനിക്കറിയില്ല വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കണ്ടില്ലേ എന്നെ കാത്തിരിക്കുന്ന ആളാരാണ്? ഇതാണ് നമ്മളെ കാത്തിരിക്കുന്ന ആൾ കേട്ടോ. അവിടെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ടാവും. ആ വിളിയൊക്കെ ഞാൻ ഇപ്പോൾ വരാ കുടു എന്ന് പറയും. പിന്നെ അവൻ കുറേ നേരം കിടക്കും, സ്വന്തം കിടന്ന് കളിക്കും, പാട്ടൊക്കെ പാടിയിരിക്കും. അങ്ങനെയൊക്കെയാണ് കുടു വൈകുന്നേരം തള്ളി നിൽക്കുന്നത്, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട്. ഇപ്പോൾ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ട് കുറേ ദിവസം ആയതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്നൊന്നും എനിക്കറിയില്ല. ഒരാഴ്ചയെങ്കിലും ഇത്രയും വൈകാറില്ല ഞാൻ ലോങ് വീഡിയോ ഇടാൻ. അപ്പോൾ ബൈ.